ആഹാ, അന്തർജന അകത്തുണ്ടായിരുന്നോ? നമ്പൂതിരിയല്ലേ അകത്ത്? ഓവറാക്കണ്ട, അന്തർജനമൊന്നല്ല. പിന്നെ അതറിയത്തില്ല. ആ, മിസ്സിസ് നമ്പൂതിരി. നിന്നെയും കത്തിക്കും ഞാൻ തീട്ടത്തില്. ചേട്ടാ ചവിട്ടിന്നറി, നീ പറഞ്ഞോടെ നാറ്റിക്കണ്ട. ശരി ചേച്ചി. ഇല വെട്ടിക്കോടാ, നിന്റെ അപ്പനെ കിടത്താം. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. ചേട്ടാ ഉണ്ട് ചേട്ടാ. ഇത് കണ്ട, ഇതുപോലെ പൊതിപ്പിക്കും ഞാൻ. കണ്ടാ, കാലിന് പണി കിട്ടി. എടുക്കെടുക്ക. എന്റെ മുണ്ട് പോയാലെന്ത്, ചേട്ടൻ പൊളിച്ച്. താങ്ക് യു. കൃത്യം ഇഷ്ടമില്ലാത്തവന്മാര്. നേരത്തെ വന്ന് നിപ്പുണ്ടാവന്മാര്. സഖാവ് ചെന്നോളൂ. അയ്യപ്പസ്വാമി, വാ നമുക്കും കേറാം. ചേട്ടാ നല്ലോണം കഴിക്കും, ചെറിയ നാറ്റം എപ്പോഴും ഉണ്ട്. ശരിക്കും ശരിക്കും. ഡ്രൈവർ നിർത്താൻ. ഏത് ഡ്രൈവറിനാ? കുത്തുമ്പം കാണുന്ന. ഓ, പെൻ ഡ്രൈവ്. അത് അണ്ണന്റെ പോക്കറ്റിലാണ്. സഖാവേ, എന്റെ വീടും മില്ലും കടന്നാക്രമിച്ചു. പോരാത്തതിന് വധശ്രമം. കഷ്ടിച്ചാ ഞാൻ രക്ഷപ്പെട്ടത്. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTVയിലുണ്ട്. സഖാവേ, നമ്മൾ എന്തെല്ലാം സമരമുറകൾ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇത് അങ്ങനെയാണോ? ഈ നാട്ടിൽ എത്രയോ കേസുകൾ ജനങ്ങൾ തോൽക്കുന്നു എന്ന് വിചാരിച്ചു ഒരു ലോറിക്ക് ആളെ വിളിച്ച് പറമ്പിൽ തൂറിക്കാണ് ചെയ്യണത്. ഒന്നുമില്ല. ഹാർട്ട് അറ്റാക്ക്. മാധവാ, സഖാവേ പറയൂ. ഇതൊരു ഉപകാരമായിട്ട് കൂട്ടിയാ മതി. എന്ത് തൂർണതാ? എടോ, ഇത് തെങ്ങിന് വളമല്ലേ? പിന്നെ വളം എങ്കിൽ കുറിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാം. സഖാവേ, സഖാവിന്റെ ഭാര്യയും കുട്ടികളും ആരെങ്കിലും അപമാനിച്ചാൽ സഖാവിന് സങ്കടം വരോ? മാധവാ, സഖാവേ, ഇത് ഭാര്യയല്ല, പറമ്പ. സഖാവേ, ഞാൻ ഈ കേസ് അറിയുന്നത് തന്നെ നാട്ടുകാർ പറഞ്ഞിട്ടാ. അല്ലെ തന്നെ ഞാൻ ഇമ്മാതിരി അപ്പി കേസുമായിട്ട് പോകുമെന്നും സഖാവിന് തോന്നുന്നുണ്ടോ? ഈ പട്ടി ആ പരിസരത്ത് കണ്ടവരുണ്ട്. ഉണ്ട്. പട്ടിയല്ല, പെട്ടിന്നാണ് അയാൾ വിളിക്കുന്നത്. പെട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ ചുമ്മാ ആരോപണങ്ങളല്ലേ സഖാവേ? കണ്ടവരുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ. നീ കൊണ്ടുവരാ. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പാർട്ടിക്കാരായിപ്പോയി. അല്ലെങ്കിൽ ഈ കേസ് പുഷ്പം പോലെ പരിഹരിക്കായിരുന്നു. അട്ടെ, എത്ര പേരുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ആംബുലൻസ് വിളിക്കണോ? എത്ര പേരുണ്ടായിരുന്നു? തൂറാനോ? 15. അതെങ്ങനെ മാധവന് കൃത്യമായിട്ട് പറയാൻ പറ്റി? എന്തായാലും ചവിട്ടി. പിന്നെ നടന്നങ്ങടെ ഞാൻ എണ്ണി. ഭക്ഷണം കണ്ടിട്ട് അറ്റാക്ക് തന്നെ ഇത് മേജർ. പുതിയ ലോക്കൽ സെക്രട്ടറിനെ നോക്കണ്ടവരോ? ഗ്യാസിന്റെ ഇല്ല. ഒന്നുമില്ല. ഇല്ല, അറ്റാക്കാണ്. വണ്ടി വിളിടാ. എല്ലാരും വീണോ? മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാരും വീണോ? പോകുമ്പോ കഴിവുണ്ടാശാനെ. ആണോ? അണ്ണാ, ഇത് നോക്ക്. അതെങ്ങനെയുണ്ട്? കൊച്ചു പ്രായത്തെ അവന്റെ വെടിവെപ്പ്. ഇങ്ങോട്ട് വന്നേ, എനിക്ക് വേറൊരു കേസ് ചോദിക്കാനുണ്ട്. ആൾക്കൊന്നിന് 2000 വെച്ച് 20 പേരെ തൂറിപ്പിക്കാൻ 40,000 രൂപ നീ എൻ്റെ വാങ്ങി. എന്നിട്ട് അവന്റെ കണക്കിൽ 15 പേരല്ലേടാ ഉള്ളു. ബാക്കി 10,000 രൂപ എവിടെ? അപ്പൊ ഞാൻ എടുത്തെന്നാണ് അണ്ണൻ പറയുന്നത് 10,000 രൂപ. കണക്ക് പറയടാ. ഞാനല്ലേ? പിന്നല്ലാതെ അണ്ണ ഒരു 10,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് അരിച്ചാക്ക് മറിച്ചടിച്ചാൽ അണ്ണന്റെ RC ബുക്ക് പണയം വെച്ച് ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുമായിരുന്നേ. അല്ലാതെ തീട്ടപ്പണിക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക്. നിന്റെ സെന്റ് കയറി വണ്ടി കയറി. ചുമ്മാ അരി അണ്ണ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുത് ആരെയും. ഞാനങ്ങ് ഇല്ലാതെ ആയിപ്പോയി. അത് പറ്റി നീ കയറി കരണ്ടോ? എല്ലാരും തീറ്റിക്കാം എന്ന് വെച്ച് ഒന്നിച്ച് തൂറ്റിക്കാൻ പറ്റൂ? ചേട്ടാ, വൈകുന്നേരം വരുമ്പോ അരിയുടെ കണക്കും RC ബുക്കും തന്നെ ഏൽപ്പിക്കണം. അതാണ്ട് വീണ്ടും വിശ്വാസക്കുറവ്. ഇതിനകത്ത് ഇപ്പോഴൊരു നാറ്റമുണ്ട്.
ഇല്ല. ഞാൻ മാധവൻ ചേട്ടന്റെ കള്ള് മേടിച്ചു കുടിച്ചിട്ടുണ്ട്, പക്ഷെ കാശടിച്ച് മാറ്റിയിട്ടില്ല. ശരിക്കും അവരുടെ കാശടിച്ച് മറ്റേത് വേറെ 2 പേരാണ്, ഒരു ചേട്ടനും ഒരു അനിയനും. ഇത് ഇച്ചിരി പോത്താ. ഇത്തിരി പന്നി. ഞങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ട് എനിക്കറിയാം എന്റെ ചങ്കുണ്ടി ചേട്ടന്റെ പൈസ നാളെ കിട്ടും. ഇതെല്ലാം നമ്മളല്ലേ സാർ? 2 കുഴലുള്ള തോക്ക്. കിളമക്കന്നെ ഉന്നം മറന്നോണ്ട് രക്ഷപ്പെട്ടു. എന്റെ അളിയ അങ്ങക്ക് എവിടെ നളിയാ തോക്ക് എടുത്ത് വെച്ച് വെടിവെച്ച് കളഞ്ഞളിയാ ആള്. ഞാൻ വിചാരിച്ചു ഉണ്ട ഇതുവഴി കയറി ഇതുവഴി പോകുന്നു. എന്റെ അമ്മേ, ഹൈക്കോടതി കൊണ്ടുപോയി കാശ് കളയെന്ന് വെച്ചിട്ട് അമ്മയും മോനും കൂടെ താഴിട്ട് പൂട്ടിയിരിക്കുക. ഇതിന്റെ അപ്പുറം ചാടി കടന്നിട്ടുണ്ട്. ചോദിച്ചിട്ടില്ലേ എന്ത് പദ്ധതി ഒപ്പിക്കാനാ പാതിരാത്രിക്ക് പുറത്തേക്ക് പോയിന്ന്? എന്നെ കേരളക്ക് വിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞ പറ്റില്ല. അച്ഛാ മുഖത്തോക്കച്ചാ, അച്ഛാ മുഖത്തോക്കാൻ. നിങ്ങളുടെ കേസ് പൊട്ടി പാലീസായില്ലേ? നിങ്ങളുടെ വൈരാഗ്യം കാരണേ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലുണ്ടായി. നാട്ടുകാരനെ ഇപ്പം എന്താ വിളിക്കണമെന്നറിയോ? തീട്ടീനൂന്ന്. അതിന് ഞാനാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് നിന്നോട് ആരാ പറഞ്ഞ? അച്ഛാ 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 പോയി. ബാക്കിയുള്ള ഹൈക്കോടതിയിലെ വക്കീലന്മാരും കൊണ്ടുപോയി. എന്റെ ചേട്ടാ, ഈ കാർ എന്തെങ്കിലും റോഡ് കണ്ടുണ്ടോ? നീ പോടാ. The case for caste census. ചേട്ടാ നല്ല നാറ്റമുണ്ട് കേട്ടോ. നാറ്റം മാറിയിട്ടില്ല. കുഴപ്പമില്ലെന്ന് വിചാരിക്കരുത്, നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞു. പേടിക്കണ്ട, വഴിയുണ്ട്. നാട്ടുകാർക്ക് നാറ്റം മാറ്റാൻ 2 കുപ്പിയും കൂടെ അങ്ങ് പൊട്ടിച്ചാൽ മതി. ഹലോ സാർ, മാധവ മന്ദിരത്തിന്ന് മാധവനാണ്. ഒരു ചെറിയ സന്തോഷം, ചെറുതല്ല, കുറച്ച് വലിയ സന്തോഷം. മാധവൻ കേസ് ജയിച്ച് നീ നാട്ടുകാരെ അറിയട്ടെ. അല്ലാതെ അതെ അതെ അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങളെത്തി. വാ 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 വാ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഏറ്റു. ബാക്കി നാട്ടിൽ ഇന്നത്തെ പാർട്ടിയോടെ തീർന്നുള്ളൂ. ഞാൻ വിറ്റടക്കിക്ക് വരെ ഇവിടെ കണക്കുണ്ട്. ഈ കാണിക്കലൊന്നും കുഴപ്പമില്ലല്ലേ? അച്ഛൻ പൊടിക്കട്ടെ, ഞാൻ എന്തായാലും പൊളിക്കാൻ പോവാ.
മാധവ നീ പറഞ്ഞില്ലേ പരിപാടി ഒന്ന് കൊഴിപ്പിക്കാൻ അതെ. എന്നെ നിറക്കിയതാ കസ കസ പൊളിക്കോടാ. മജീദേ കൊള്ളാലോടാ. ഫ്രണ്ടേ ഓടിച്ചിട്ട് പിടിക്കടാ. എന്നാലേ നെയ്യ് ഇറങ്ങൂ. അതെന്തിനാ? അരമണിക്കൂർ അവൻ നിർത്താതെ ഓടണം. അപ്പൊ അവന്റെ നെയ്യിറങ്ങും, കോഴിയുടെ നെയ്യിറങ്ങും. ഈ നെയ്യിറങ്ങിയ കോഴിയെ തേങ്ങ വറുത്തരച്ച് കുരുമുളകിട്ട് വെക്കണം. അപ്പോ എരിവ് തലേ കയറും. ഫ്രണ്ടേ കമോൺ. കമോൺ കോഴി. എന്റെ ഏട്ടാ പറമ്പിലിട്ട് ഓടിച്ച കോഴിയെ കിട്ടത്തില്ല. അച്ഛാ അച്ഛാ ആ അച്ഛൻ എന്ത് പണി കാണിക്കുന്നത്? എന്ത്? എല്ലാ മാസവും ലോൺ ഞാനല്ലേ അടക്കണത്. ഈ സ്ഥലം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. മുമ്പിന്ന് മാറിക്കടാ ഇഡിയറ്റ്. കോഴി അങ്ങനെ ടർഫ് തൂടിട്ടുണ്ടല്ലോ. ഓക്കെ റെഡി. ഓടിക്കോടാ ഓടിക്കോടാ. ഓടിച്ചാ മതി. നീ ഓടിക്കോടാ ഓടിക്കോ. നെയ്യിറങ്ങട്ടെ നെയ്യിറങ്ങട്ടെ. ആ പോയി പോയി. മാധവൻ ചേട്ടൻ കോഴിയെ പിടിച്ചേ. കണ്ടോടാ ഫ്രണ്ടേ. എടാ ഇതേ സ്വയംഭം സാധന ഈ കേസ് ജയിച്ചു എന്ന് പറഞ്ഞത് ശരിയാണോടാ? പിന്നെ കള്ളമാണ്. അലക്സാണ്ടർ വക്കീലൊന്നും ആരാ? ആരാ? വില്ലേജ് ഓഫീസറെ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നീ നിന്റെ പണിയൊക്കെ ഇറക്ക. ഇതേ നിന്റെ കാശ് കൊടുത്ത് മേടിച്ചോന്നല്ലോ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നീ എന്റെ പണിയൊക്കെ പോ. പോകുമ്പോ വെള്ളം വേണ്ടേ? തലൈവർ മാധവനുണ്ട്. എങ്ങനെയുണ്ട്? ഫ്രണ്ടേ ലെവല് വേറെ ലെവല് പവർ പുതിയ പവറ് ടെറർ ടർണിംഗ് പോയിന്റ് ഇതില് നമ്മള് വിന്നറ് ലെവല് വേറെ ലെവല് പവർ പുതിയ പവറ് ടെറർ ടർണിംഗ് പോയിന്റ് ഇതില് നമ്മള് വിന്നറ്
വച്ചേ ഗോളടിച്ചേ വിസിയടിച്ചേ കപ്പടിക്കാൻ വന്നവനോ അപ്പു വച്ചേ നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യനെ വെറുതെ തീറ്റിക്കാൻ? എത്ര നേരം ഞാൻ വിളിച്ചു, മൊബൈൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് ഫോൺ ചത്തുപോയെന്ന്. ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഇന്നത്തെ ദിവസം നല്ല വിശപ്പില്ല. നീ എവിടെ നിന്ന്? ആ പോളച്ചാ. ശങ്കുണ്ണി, ആ നമ്മുടെ മാധവൻ പാർട്ടിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ആരാ? നമ്മുടെ മാധവനെ, അവൻ മരിച്ചടാ. കുറെ നേരം കൊണ്ട് നിന്നെ വിളിക്കാൻ ശ്രമിക്കുന്ന. ഞാൻ പിന്നെ വിളിക്കാം. അതെ, അച്ഛൻ മരിച്ചു. മരിച്ചവരോട് ഒരു മര്യാദ കാണിക്കണ്ടേ? എല്ലാരും ഇങ്ങനെ നിന്നാ മതിയാ? ചടങ്ങ് നടത്തണ്ടേ? പുറത്തു പോയി രണ്ടുപേരെ വിളിച്ചോണ്ട് വന്ന്. രണ്ടുപേരെ വിളിച്ചോണ്ട് വരാൻ. കുറച്ച് പഞ്ഞി ഇത്തിരി തുണിയും കടുത്ത. ഇനി നീ ഞാനങ്ങനെ കാണുമല്ലോ. കുളിപ്പിച്ചിട്ട് കെട്ടിയാ പോരെ? സാരമില്ല, അന്നേരം അഴിച്ചുവിടാം. ആ സ്ത്രീകൾ കുടുംബക്കാരെങ്കിലും ആണോ? അല്ല. അത്രയും നല്ലത്. വായോ. ഇതാ ഇവിടെ ഇങ്ങനെ അരിവ് പറ്റിയിരുന്ന മോളെ, മോള് തലക്കിലിരിക്കും. ഇതാരാണ്? കാലിലിരി. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും കരഞ്ഞോണ്ടിരിക്കും. മരണം ഇവിടല്ലേ, നാട്ടുകാരറിയട്ടെ. മോനടാ, ഒരു വെള്ളം മുണ്ടും കൊടുത്ത്.
മോളെ അകത്ത് പോയി ഒരു വെള്ളം മുണ്ടിങ്ങോട്ടില്ല, അലക്കിയതായാലും മതി. ചെല്ലേ. പോ. വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? അയാൾ ആരാ മുണ്ടെടുക്കാൻ പറയാൻ? നീ ഒന്ന് പതുക്കെ പറഞ്ഞു. മുണ്ട് നമ്മുടെ അച്ഛനെ പൊതിപ്പിക്കാനല്ലേ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലേ അയാളെപ്പോ ഇവിടെ കയറ്റുവോ? പൊട്ടൻ ഞങ്ങള്. ഇവിടെ കലണ്ടറില്ലേ? വേലക്കാരിക്കാണല്ലോ തേങ്ങല് കൂടുതൽ. ശരിക്കും അറിയാത്ത ഉണ്ടവിടെ? എടാ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയില്ലേ? അച്ഛനല്ലേ പുതപ്പിച്ച് കിടത്തണ്ടേ? എന്തിനു വെറുതെ പൊതുകടി വിളിക്കുന്നു? ചെല്ല. അതെ, ഇവിടെ മുണ്ടില്ലാന്നൊന്ന് വാ തുറന്ന് പറ. അടിയിലോട്ട് നോക്ക്. അവിടെ ഒന്നില്ല. ആ, പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ മുണ്ട് കൊടുക്കൂലായിരുന്നല്ലോ. ഒരു പഴം തുണി പോലും ഇല്ലല്ലേ? വേണ്ട, അതിനകത്തോട്ട് നോക്കിയോ. അവിടെ ഒന്നുമില്ല. ആരുടെ ആയാലും മതി, ചെന്ന് നോക്കിയോ. ഞാനിത് നോക്കാണ്. മുണ്ട് കണ്ടുപിടിച്ചു. ഇവിടെ ഈ രാഹുകാലം ഒന്നും അറിയാൻ കലണ്ടർ ഒന്നും കാണും. അവിടെ കണ്ടില്ലല്ലോ. അറിയില്ല. ഒന്ന് തപ്പ് വേഗം. എനിക്കറിയില്ല, അവിടെ എങ്ങാനും അലക്കിയതാ. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിനതാ. ധീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കും സുഹൃതികൾക്കെന്നീ യോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങി തീ വന്നിനി ശേഷക്രിയക്കു തുടങ്ങു വൈകാതെ ഇത്തരുൾ മരുൾ ചെയ്തു നന്നരുളും തത്ര മണ്ടോ തരികേണു കൈകൊള്ളിയതാ. നിർത്തണ്ട, കരുന്നു. രാക്ഷസരൊക്കെ മരിച്ചതും കണ്ടിതി രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. അത് കറക്റ്റാ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ. നല്ല മനുഷ്യനായിരുന്നു. ഇന്നലെ കൂടെ വീട്ടിലോട്ട് വിളിച്ചു. കൊള്ളാം, ആള് പോയിട്ടും പാർട്ടി ഇതുവരെ തീർന്നില്ലേ? അതെന്നെയൊന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഇതുവരെ വരാത്ത പെങ്ങളൊക്കെ വരുന്നുണ്ട്. എടാ മാധവ, പാർട്ടി അടിപൊളിയായിരുന്നൂടാ. അടിപൊളി ജിഗിട്ടി ജിഗിട്ടി ജിഗിട്ടിയായിരുന്നൂടാ. ആ മാധവോ, മാധവ, ആ പവർ കട്ടാ. ആ അവൻ ഉറങ്ങാണെങ്കിലേ ഉണർത്തണ്ട, ഞാൻ പോയിന്ന് പറഞ്ഞാല്. എനിക്ക് പശുവിനെ കറക്കാൻ്റെ. അപ്പ എടാ ചങ്കുട്ടി, നീ മാധവൻ വിളിച്ചിട്ട് വന്നാണോ? ഏതായാലും നന്നായിടാ. ഇനി നമുക്ക് മൂന്നുപേർക്കും കൂടി വേറൊരു ദിവസം കൂടാം. ആ ഓക്കെ, ഞാൻ പോയിന്ന് പറഞ്ഞേട്ടാ. കോറാക്കാ.
രണ്ടാളും ഉണ്ടായിരുന്നു, പക്ഷെ മാധവൻ ചേട്ടന്റെ ഒറ്റയ്ക്കുള്ള ആക്ഷൻ ആയിരുന്നു. അത് മാധവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തത് 4. പിന്നെ അവസാനത്തവനെ കഴുതി പിടിച്ച് വലിച്ചങ്ങോട്ട് എറിഞ്ഞപ്പോ വരുന്നു ചങ്കുണ്ണി. നേരെ പുറത്ത്. എന്നിട്ട് എന്ത്? ഒരാള് ഞാൻ നോക്കുമ്പോ ദേ മുട്ടിലിങ്ങനെ ഇഴഞ്ഞു പോണ്. മാധവനോടാ. കഴുത്തിന് എന്ത് പറ്റി? ഒന്നുമില്ല. ചുമ്മാ പോച്ച അടിക്കാടേ. അടി കൊടുത്തത് ശങ്കുണ്ണി ചേട്ടനാണ്. അവനും അവന്റെ ഒരു മാധവൻ ചേട്ടൻ. പോടാ. അങ്ങനെ തന്നെയാ ഞാനും കേട്ടത്. എന്റെ നേരെ വരുന്നവരെയൊക്കെ ചാടി ഇതുപോലെ നെഞ്ചാമൂലി ചവിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോ പെമ്പിള്ളാർ അവനെ വാരിയെടുത്ത് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. ഉടലിപ്പുറവും തല അപ്പുറവും. അവൻ കുറെ ഊരിയെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം ഈ മുള്ളുവേലി ഇങ്ങനെ തലയെ കുരുങ്ങിയിട്ട് ഊരാൻ പറ്റാണ്ട് ഈ പീലിക്കാവടി എടുക്കൂലേ, അതുപോലെ ഇതും പിടിച്ചോണ്ടൊരു ഓട്ടം. നേരെ ശ്രീമുരുക ലയത്തിൽ പോയി മുള്ളുവേലി കട്ട് ചെയ്തിട്ടാ തല പുറത്തെടുത്ത്. ഇപ്പൊ മുള്ളുവേലി എന്ന് പറഞ്ഞാൽ അവൻ മുള്ളും. എന്റെ ശരിക്കും പറഞ്ഞ നമ്മുടെ അപ്പന്മാർക്ക് പൊതുതര തല്ല കിട്ടി. പിള്ളേര് വെറുതെ ഇരിക്കും. മിസ്റ്റർ, ഞങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണ്. ഞങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ യങ്സ്റ്റേഴ്സ് അല്ലേ പൊറുക്കേണ്ടത്? ഞാനാ ഇവിടെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. മോളെ മാമൻ കമാന്നൊരു അക്ഷരം മിണ്ടിയ മോളെടുത്ത് മിണ്ടിയ ഞാനും മുണ്ടിയില്ല. അത് ഞാൻ വിളിച്ചു. ബിക്കോസ് ഞാൻ നിങ്ങളുടെ കൂടെ ആ ബ്രോയിലർ ചിക്കനെ കണ്ടു. അതുകൊണ്ടാണ്. പ്ലീസ് നിങ്ങൾ യങ്സ്റ്റേഴ്സ് ക്ഷമിക്കണം. ഇവിടെ ആരും അറിയില്ല. മുരുകനാണ് ഒരാൾ പറയാൻ പോലുള്ള പൊക്കോ. നീ പോന്നു? ഞാൻ വന്നിട്ട് കുറച്ചേരെ അച്ഛനൊരു കാര്യം പറയാണ്ട്. ഒന്നങ്ങോട്ട് വരുമോ? എന്ത്? ഒരു കാര്യം പറയാണ്ട് ഒന്നങ്ങോട്ട് വരുമോ? ഒന്ന് വാ അച്ഛ, വാ. എന്റെ പൊന്നച്ച, നിനക്കെന്തോടെ കാര്യം? ഒന്ന് വീട്ടിൽ പോയി. എന്തിന്? നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടണു? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വീട്ടിൽ പോയി. സാധാരണ മരണം അറിഞ്ഞു വന്നില്ലെങ്കിൽ ആൾക്കാർ കുറ്റം പറയുന്നു. ഇപ്പൊ ഞാൻ വന്നതും കുറ്റമായ. നീ അകത്ത് കിടക്കുന്നവനെ കണ്ടായിരുന്നു? വീട്ടിൽ പോടാ. കണ്ടെങ്കിൽ വീട്ടിൽ പോ. കരച്ചിലുകാരൊക്കെ ഉറങ്ങിയാ? ഇച്ചിരി കട്ടറിട്ടോറേ. പോളച്ച ഒരു സിഗരറ്റ് തന്ന്. ഞാൻ ഇറങ്ങാണ് കേട്ടോ. പോളച്ച മജീദ്, പോളച്ച, ഞാൻ സിഗരറ്റ് പോലെ നിർത്തി. എന്റെ ജീവിതത്തിന്റെ സക്സസ് ആണ് ഞാനില്ലെങ്കിൽ പിന്നെ എന്ത് സുഖം. ആദ്യം ആര് ചാകുമെന്ന് നമുക്ക് കാണാടാ.
അപ്പൊ ഉറക്കം കളയാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂടെ വേണ്ടേ? സഖാവ് മാധവന്റെ അനുസ്മരണ സമ്മേളനം ഉണ്ടാവും. സഖാവ് ശങ്കുണ്ണി വന്ന് 2 വാക്ക് സംസാരിക്കണം. ഇറങ്ങട്ടെ? എന്നാ ശരി. സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. മോളെ പോയിട്ട് നാളെ രാവിലെ വരാം കേട്ടോ. ശരി. പോവാം. ബാ. അവൻ്റെ ഒരു വിജയാശംസ. ഇത് കണ്ട എന്തൊക്കെയായിരുന്നു? പൊളച്ചാ ഇത് കണ്ടോ? അവന്റെ കോടതി വിധി 2 സെക്കൻഡ് കൊണ്ട് ഞാൻ റദ്ദാക്കി. ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ വായിച്ചു നോക്ക്. വായിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? എന്നോട് കളിച്ച എങ്ങനെ ഇരിക്കും? അവനെ ശരിക്കും എന്നെ പിടികിട്ടിട്ടില്ല. ഇതിനു വേണ്ടിയാണ് എറണാകുളം വരെ പോയത്. എടാ, അവൻ ജയിച്ചിട്ടല്ലേ പോയേ. നീ ഇതെന്നെ കാണിച്ചിട്ട് എന്താ കാര്യം? അവനെ വേണ്ട കാണിക്കാൻ. എടുത്തു വെച്ചോ, ആവശ്യം വരും.